എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ വൈറൽ ആയിട്ടുള്ളൊരു തിരമിസു ആണ്. കുക്കിങ്ങേ ആവശ്യമില്ലാത്ത ഈ ഒരു തിരമിസു വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇതുപോലെ കറക്റ്റ് അളവുകൾ എടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ലെയറോട് കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു വൈറലായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 250 ml ഒരു കപ്പിൽ കറക്റ്റ് 1 കപ്പ് അളവിൽ ഒരു മീഡിയം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് 1/2 കപ്പ് അളവിൽ ഇതുപോലെ പഞ്ചസാരയാണ് കേട്ടോ. ഈ ഒരു പഞ്ചസാര നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ വാനില എസൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഇതുപോലെ ക്രീം ചീസ് ആണ് കേട്ടോ വേണ്ടത്. ഈ ഒരു ക്രീം ചീസിൻ്റെ കൂടെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലായിട്ടുള്ള ഒരു തിരമിസുവിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടായിരിക്കും, പനീർ വെച്ചിട്ടുള്ളത്. ഞാനും ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ട്രൈ ചെയ്ത് നോക്കിയത്. പനീർ വെച്ചിട്ടാണ് ആദ്യം ഞാനും ക്രീം റെഡിയാക്കിയത്. പക്ഷേ എനിക്ക് എന്താ ഒരു പനീറിൻ്റെ ഒരു ടേസ്റ്റ് അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഒന്ന് പനീർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ പനീർ ഇല്ലാതെയാണ് രണ്ടാമത് ഇതുപോലെ ക്രീം റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. ക്രീം ചീസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ചിട്ടെടുക്കാം. ക്രീം ചീസും കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ. 1 കപ്പ് ഫ്രഷ് ക്രീം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താലും മതി. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പൾസിലിട്ടിട്ടൊന്ന് 1-2 തവണ ഒന്ന് കറക്കിയെടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ. ഒരുപാടിട്ടങ്ങ് സ്പീഡിൽ നമ്മളിതങ്ങ് അടിക്കരുത്, ഇതങ്ങ് ലൂസായി പോകും ഒരുപാട്. അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഒരു ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് റിസ്ക് ആണ്. നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമുക്കിതിലേക്ക് എത്ര റിസ്ക് വേണമെന്നുള്ളത്. അപ്പോൾ ഓരോ റിസ്ക്കും എടുത്തിട്ട് ഈ ഒരു കോഫിയുടെ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. അത്യാവശ്യം റിസ്ക് ഒന്ന് കുതിരുന്ന ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് ഒരു റിസ്കിനങ്ങ് കട്ടി ഉണ്ടാകരുത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. ഗ്യാപ്പില്ലാതെ റിസ്ക് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മിക്സ് പകുതി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പകുതി ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഓരോ റിസ്ക്കും എടുത്തിട്ട് ഇതുപോലെ കോഫിയുടെ മിക്സിലൊന്ന് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ഫുള്ളായിട്ട് ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ നമ്മൾ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മുഴുവനും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് കൊക്കോ പൗഡർ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റൊക്കെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമെന്നാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീസറിൽ വെക്കാം ഒരു 2-3 മണിക്കൂർ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഓവർനൈറ്റ് വെക്കുക കേട്ടോ. ഒരു ഓവർനൈറ്റ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിത് സെറ്റായി കിട്ടും. ആ ഒരു ലെയറുകളൊക്കെ നന്നായിട്ട് വന്ന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മളിതൊരു ഓവർനൈറ്റ് എങ്കിലും വെക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ പൊളിയായിട്ട് തന്നെ നമുക്കിതിവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇത് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു തിരമിസു ആണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് കൊണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ വൈറലായിട്ടുള്ള ഈ ഒരു തിരമിസുവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത്
അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.